നമസ്കാരം. മദ്രസകൾ ഇസ്ലാമിക പഠന കേന്ദ്രങ്ങളാണ്. ആ മദ്രസകൾ നാടിനാപത്താണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് കേരളം ഇന്ന് എത്തി നിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നതെന്ന് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഭാരതത്തിൻ്റെ ഭരണഘടന മതസ്വാതന്ത്ര്യം എല്ലാവർക്കും നൽകുന്നുണ്ട്. മതപഠനത്തിനുള്ള അവകാശവും ഹിന്ദുക്കൾക്ക് മതപഠന കേന്ദ്രങ്ങൾ തുടങ്ങുവാനുള്ള അവകാശങ്ങൾ മുസ്ലിങ്ങൾക്കുള്ള അത്രയുമില്ല, ക്രിസ്ത്യാനികൾക്കുള്ള അത്രയുമില്ല ഭാരതത്തിൽ. എന്നാലും മറ്റ് മതങ്ങൾക്ക്, ഭാരതത്തിന് പുറത്തു നിന്ന് വന്ന അധിനിവേശ മതങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യങ്ങൾ നമ്മുടെ ഭരണഘടന അനുവദിച്ച് നൽകുന്നുണ്ട്. ആ ഭരണഘടനാ പ്രകാരം നടക്കേണ്ട അല്ലെങ്കിൽ നടക്കുന്നുവെന്ന് ഭാവിക്കുന്ന മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മദ്രസകൾ. പക്ഷേ ആ മദ്രസകൾ ഇന്ന് നമ്മുടെ നാടിന് തന്നെ ഒരു പൊതുശല്യവും അതിനപ്പുറത്തേക്ക് സുരക്ഷാ ഭീഷണിയുമായി മാറുകയാണോ എന്നുള്ള സംശയം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അത്തരത്തിലൊരു സംശയം ഉയരുവാനും ഈ ഒരു വിഷയം ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുമുള്ള പ്രധാന കാരണം ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്തയാണ്. തത്വമയി ന്യൂസ് അത് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. 14 കുട്ടികളെ, മദ്രസയിൽ പഠനത്തിലെത്തിയ 14 കുട്ടികളെ, ഇത് പുറത്തറിഞ്ഞ കണക്ക് മാത്രമാണ്, പീഡിപ്പിച്ച ശേഷം ആ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഈ 14 കുട്ടികളാണ് ഇരകളെന്നുള്ളത്. ആ പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ ആ വിവരം പുറത്തു വന്നപ്പോൾ ഒളിവിൽ പോയ AK മുഹമ്മദ് എന്ന മദ്രസ അധ്യാപകൻ പിടിയിലായിട്ടുണ്ട്. ബീഹാറിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. താമസിയാതെ അയാളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പോക്സോ ഉൾപ്പെടെയുള്ള കേസുകൾ ഇയാളുടെ പേരിൽ ചുമത്തി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേരള പോലീസിൻ്റെ തീരുമാനം. തന്നെയുമല്ല 20ഓളം കേസുകൾ ഇയാൾക്കെതിരെ സംസ്ഥാനത്തൊട്ടാകെയുണ്ട്. വാളാഞ്ചേരി ആദവനാട് മദ്രസയിലെ അധ്യാപകനായിരുന്നു ഇയാൾ. ഇത് മദ്രസയിൽ നടന്ന ഒരു സംഭവം ഈ AK മുഹമ്മദിനെ പോലെ തന്നെ ഓരോ ദിവസവും ഗൂഗിളിൽ മദ്രസ എന്ന് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുവാനായി ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ആദ്യം വരുന്നത് 1-2 പേജുകൾ നിറയെ മദ്രസയിൽ നടന്ന നിരന്തര പീഡനങ്ങളുടെ അനുഭവകഥകളും വാർത്തകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വീഡിയോകൾ തന്നെ പലരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. മദ്രസയിൽ അത്തരത്തിലുള്ള പീഡനങ്ങൾ ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു ബാല്യം മുതൽ. ഇതൊരു നിരന്തര സംഭവമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള അത്രയും സംഖ്യയിൽ മദ്രസാ പീഡനങ്ങളുടെ വാർത്തകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള തുറന്നു പറച്ചിലുകളും നമ്മുടെ മുമ്പിൽ കൂടി ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബോഗികളുടെ എണ്ണം അവസാനിക്കാത്തൊരു തീവണ്ടി പോലെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒന്നാമത്തെ കാരണം. മദ്രസകൾ ഒരു സാമൂഹിക വിപത്താണോ എന്നുള്ള ചോദ്യം ഞാൻ ആദ്യം ചോദിച്ചില്ല. ആ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ കാരണം. ആ കാരണത്തിൻ്റെ ഒരു ഉപചോദ്യമായി എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത് മുസ്ലിം സമുദായത്തോടാണ്. ഇത്രയും പീഡനങ്ങൾ നടക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക്, നിങ്ങളുടെ മതവിദ്യാഭ്യാസത്തിനുള്ള സ്ഥാപനമായിക്കൊള്ളട്ടെ, അവിടേക്ക് എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞു വിടുന്നത്? നിങ്ങളുടെ കൊച്ചു കുട്ടികളെ അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക്, കുഞ്ഞുകാലം മുതൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന, ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിവരങ്ങൾ പിൽക്കാലത്ത് അവർ മുതിർന്നതിന് ശേഷം വളരെയധികം മാനസിക വ്യഥയോടുകൂടി, ഉലഞ്ഞ മനസ്സോടുകൂടി പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നതിലൂടെ നിങ്ങളും അറിഞ്ഞിട്ടുണ്ട്, പ്രേക്ഷകരും അറിഞ്ഞിട്ടുണ്ട്. ഇനി മുസ്ലിം മാതാപിതാക്കളിലേക്ക് മടങ്ങി വന്നാൽ അത്തരത്തിലൊരു മാനസികമായ ഉലച്ചിലുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു ആവാസ വ്യവസ്ഥയിലേക്ക്, ഒരു അന്തരീക്ഷത്തിലേക്ക് എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ കുട്ടികളെ പറഞ്ഞു വിടുന്നത്? അല്ല, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ പോകുന്ന മദ്രസയിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ. കാരണം മദ്രസകളിൽ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ കൃത്യമായിട്ടുള്ള കണക്കുകളല്ല, വാർത്തകളുടെ കണക്കുകൾ വെച്ച് നോക്കിയാൽ സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യന് തോന്നുക 10-9 മദ്രസകളിലും ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതെല്ലാം സ്വാഭാവികമായ ഒരു കാര്യമാണെന്നുള്ളൊരു വിശ്വാസം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മതപണ്ഡിതർ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് വ്യക്തിപരമായി അറിയാം, വ്യക്തമായും അറിയാം. മതപണ്ഡിതന്മാർ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നൊരു കാര്യം, ഇസ്ലാമിൽ ഒരു മുസ്ലിം ചെയ്യുന്ന കുറ്റം മറച്ചു പിടിക്കേണ്ടത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. അതിനുള്ള പ്രതിഫലം അവൻ അള്ളാഹു തരും എന്ന ഒരു ശുദ്ധ നുണ അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തൽ ഘടകം നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഭയപ്പെടുത്തലിൻ്റെ ഒരു വിത്ത് നിങ്ങളുടെ മനസ്സിൽ ഈ മതപണ്ഡിതന്മാർ തന്നെ പാകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തും കൂടിയാകാം നിങ്ങളുടെ ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിൽ. അങ്ങനെയാണോ അല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അതിലൊരു അന്തിമ അഭിപ്രായം പറയുവാൻ ഞാൻ ആളല്ല. ഇനി മദ്രസകൾ സാമൂഹിക ശല്യമാണോ, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണോ എന്ന് ചോദിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച രണ്ടാമത്തെ ഘടകം, ഈ കഴിഞ്ഞ ദിവസം
കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നൊരു ബംഗ്ലാദേശി മുഷീർ ഖാൻ അഥവാ അർമാൻ ഖാൻ, 2 പേരുകളിലാണ്. മുഷീർ ഖാൻ അഥവാ അർമാൻ ഖാൻ എന്ന വ്യക്തി അറസ്റ്റിലായിരുന്നു. 19 വയസ്സുള്ള ഒരു ബംഗ്ലാദേശിയാണ്. ആ വിവരം സത്യത്തിൽ ആദ്യം ബ്രേക്ക് ചെയ്തത് തത്വമൈ ന്യൂസാണ്. ആ വിവരം അറിയിച്ച തത്വമൈ ന്യൂസിൻ്റെ ആ വാർത്തയുടെ പശ്ചാത്തലത്തിൽ തന്നെ, ഞങ്ങളുടെ കയ്യിൽ ലഭ്യമായ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് കൃത്യമായി പറയുവാൻ സാധിക്കും. കൊല്ലം കരുനാഗപ്പള്ളിയിൽ പുത്തൻതെരുവിൽ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ കീഴിലുള്ള ശരീഅത്തുൽ ഇസ്ലാം മദ്രസയിൽ മതപഠനം നടത്തുവാനാണ്, അല്ലെങ്കിൽ മതപഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ മുഷീർ ഖാൻ അഥവാ അർമാൻ ഖാൻ എന്ന ഈ ബംഗ്ലാദേശി. അനധികൃതമായി കുടിയേറി ഭാരതത്തിലെത്തി. ബംഗ്ലാദേശിൽ നിന്ന് ബംഗാൾ വഴിയോ ആസാം വഴിയോ, അത് ഏത് വഴിയാണ് അയാൾ വന്നതെന്നുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഭാരതത്തിലെത്തി, അതിനുശേഷം കേരളത്തിലെത്തി കരുനാഗപ്പള്ളിയിലൊരു മദ്രസയിൽ, ഈ മദ്രസ അവിടുത്തെ ഒരു പ്രാദേശികമായി മാത്രം പ്രവർത്തിക്കുന്ന ലോകപ്രസിദ്ധമായൊരു മദ്രസയൊന്നുമല്ല. അന്യരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ തേടിയെത്തി അവിടെ പഠനം നടത്തുവാൻ, പ്രാദേശികമായൊരു ചെറിയ മദ്രസ. അവിടെ ഇത്തരത്തിലുള്ളൊരു പഠനം നടത്തുവാൻ അദ്ദേഹത്തിന് സഹായം ചെയ്തു കൊടുത്തതാരാണ്? തീർച്ചയായും അവിടുത്തെ പ്രാദേശികവാസികളായ, ആ പ്രദേശവാസികളായ മതപണ്ഡിതർ തന്നെയാണ്. അതുതന്നെയാണ് മദ്രസകൾ നാടിനാപത്താണെന്ന് ഞാൻ പറയുവാനുള്ള രണ്ടാമത്തെ ഘടകം, അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം. കാരണം ഇത്തരത്തിലുള്ള ഈ വ്യക്തി, മുഷീർ ഖാൻ എന്ന വ്യക്തി, മതപഠനം നടത്തുവാൻ എന്തിന് കേരളത്തിൽ വരണം? അയാളുടെ പിന്നിൽ മറ്റെന്തെങ്കിലും, അങ്ങനെ ഉള്ള വരവിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അയാളുടെ പിന്നിൽ മറ്റേതെങ്കിലും ഭീകരവാദ സംഘടനകളുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഉത്തരം തരേണ്ടത് ATS കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുമാണ്. അവരത് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ഉത്തരം നമുക്ക് നൽകുകയും ചെയ്യും. പക്ഷേ ഈ മദ്രസകളുടെ ഈ ഒരു പ്രവർത്തന രീതി നാടിനാപത്താണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മദ്രസകൾ നാടിനാപത്താണോ എന്നുള്ള ചോദ്യം ഉയർത്തുവാനുള്ള മൂന്നാമത്തെ കാരണം, കോവിഡ് കാലത്ത് ഞാനിപ്പോൾ ഈ ഒരു സംഭവം പല ആവർത്തി പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട്, പല ദിവസങ്ങളിലായി അല്ലെങ്കിൽ പല തവണയായി. കോവിഡ് കാലത്ത് സമസ്തയുടെ മറ്റൊരു മദ്രസയിലെ 12ാം ക്ലാസ് പാഠ്യപദ്ധതി വീഡിയോയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു വ്യാപകമായി. അതിലൊരു ഉസ്താദ്, തലയെക്കെട്ടുമൊക്കെ കെട്ടിയിരുന്ന ഉസ്താദ്, കുട്ടികൾക്ക് പാഠമെടുക്കുന്നത് ഇങ്ങനെയാണ്: മതം വിട്ടുപോകുന്നവനെ, ഇസ്ലാം മതം വിട്ടുപോകുന്നവനെ കൊല്ലുന്നത് ശരിയായൊരു കാര്യമാണ് എന്ന പാഠം വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടാണ് ഉസ്താദ് മതപ്രബോധനം നടത്തുന്നത്. ഇത്തരത്തിലുള്ള നടക്കുന്ന മദ്രസകൾ ഭീകരവാദികളെ അല്ലാതെ, അല്ലെങ്കിൽ അന്യമതസ്ഥരോട് വെറുപ്പുണ്ടാകുന്ന, തൻ്റെ മതം വിട്ടുപോകുന്നവനെ കൊല്ലുവാൻ തയ്യാറാകുന്ന ഭീകരവാദികളെ അല്ലാതെ എഞ്ചിനീയർമാരെയോ സ്പേസ് സയൻറ്റിസ്റ്റുമാരെയോ സൃഷ്ടിച്ച് പുറത്തേക്ക് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറക്കി വിടുവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മദ്രസകൾ നാടിനാപത്താണോ എന്നുള്ള ചോദ്യം തുടരെ ചോദിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പ്രാദേശിക മത നേതാക്കൾക്ക്, നേരത്തെ പറഞ്ഞല്ലോ കരുനാഗപ്പള്ളിയിലെ ശരീഅത്തുൽ ഇസ്ലാം മദ്രസയിലെ ഈ ബംഗ്ലാദേശിക്ക് പഠന സഹായം ചെയ്തു കൊടുത്ത പ്രാദേശിക മത നേതാക്കൾ, അവരെ പോലെയുള്ളവർ ആദ്യം ഞാൻ പറഞ്ഞ ഒരു വിത്തുപാകലുണ്ട്, ഭയത്തിൻ്റെ വിത്തുപാകൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ നടത്തി. ഈ മുസ്ലിങ്ങൾ ചെയ്യുന്ന തെറ്റ് മറച്ചു പിടിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്, അതിനുള്ള പ്രതിഫലം അള്ളാഹു തരും എന്ന ഭയം അല്ലെങ്കിൽ നുണ, ഇതിൻ്റെ ഒരു വിത്ത് ചെറുപ്പകാലം മുതൽ തന്നെ മുസ്ലിങ്ങളുടെ മനസ്സിൽ പാകി അവരെ സ്വാംശീകരിച്ച് തയ്യാറാക്കിയെടുക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. ഒരു പക്ഷേ അവരുടെ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന വാർത്ത പുറത്തു പറയാതിരിക്കുവാനാകാം, അല്ലെങ്കിൽ ഇത്തരം ഭീകരവാദികളെ മദ്രസയിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് താമസിക്കുന്ന വിവരം പുറത്തു പറയാതിരിക്കാനാകാം. അതിനും അപ്പുറത്തേക്ക് രാജ്യവിരുദ്ധമായിട്ടുള്ള പാഠ്യപദ്ധതികൾ മദ്രസയിൽ നടപടിക്രമങ്ങളായി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്ത് പറയാതിരിക്കുവാനാകാം. ഏറ്റവും ഭീകരമായ അവസ്ഥയിലുള്ള ഭീകരാക്രമണങ്ങൾ രാജ്യമൊട്ടാകെ നടത്തുവാൻ ആരെങ്കിലും മദ്രസ കേന്ദ്രമാക്കി പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് പുറത്ത് പറയുവാതിരിക്കാനാകാം. അങ്ങനെ നിരവധി കാരണങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭയത്തിൻ്റെ വിത്തുപാകലെന്ന പ്രക്രിയ അവർ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ ചിന്തിക്കുമ്പോഴും വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, മദ്രസകൾ നാടിനാപത്താണോ? അങ്ങനെ ആപത്താണ് എന്നാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരുപോലെ, അല്ലെങ്കിൽ ഭൂരിപക്ഷം പ്രേക്ഷകരുടെ മനസ്സിലും ആപത്താണ് എന്നുള്ള ഉത്തരമാണ് ഉയർന്നു വരുന്നതെങ്കിൽ തീർച്ചയായും ഇത്തരം പാഠ്യപദ്ധതികളെയും ഇത്തരം പഠന സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പൂർണ്ണമായും നിരോധിക്കേണ്ട സമയം ആസന്നമായിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഭീകരവാദികളെയും ബാലപീഡകരെയും അടവെച്ച് വിരിയിച്ചെടുത്ത് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഒരു പകർച്ചവ്യാധി പോലെ പടർത്തുന്ന എപ്പിക് സെൻറ്ററുകളായി, ഒരു സ്രോതസ്സ് കേന്ദ്രങ്ങളായി ഇവ മാറി നാടിനെ തന്നെ മുടിക്കുവാനുള്ള
ശേഷിയുള്ള ശക്തികളായി വളർന്ന് പന്തലിച്ച് നിൽക്കും. ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള വളർച്ച അവർ നേടിക്കഴിഞ്ഞു, കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. കാരണം ഈ കൊല്ലം കരുനാഗപ്പള്ളി ഏരിയയിലൊക്കെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന മദ്രസകൾ എത്ര, അംഗീകാരമില്ലാത്തവ എത്ര എന്നതിനെ സംബന്ധിച്ച് ചെറിയൊരു അന്വേഷണം തത്വമയി ന്യൂസ് നടത്തുവാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുൻപിൽ ഉയർന്നു വന്ന കരിങ്കൽ മതിലുകൾ നിരവധിയായിരുന്നു. എല്ലാ കോണുകളിലും നിന്നും തടസ്സങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കുവാൻ സാധിക്കില്ല. അത് സംബന്ധിച്ചുള്ളൊരു വിശദമായൊരു അന്വേഷണം നടക്കുന്നുണ്ട്. താമസിയാതെ വിവരങ്ങൾ ലഭ്യമാകും. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി തന്നെ ലഭ്യമാകുന്നതിനനുസരിച്ച് പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. പക്ഷേ അപ്പോഴും ഈ ചോദ്യം ഞങ്ങൾ ആദ്യം ചോദിച്ചിരിക്കും: മദ്രസകൾ നാടിനാപത്താണോ? ആണ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ, അല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് ദേശീയതയ്ക്കൊപ്പമുള്ള ഈ യാത്രയിൽ തത്വമയി ന്യൂസിൻ്റെ കുടുംബാംഗമായി നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സംവാദങ്ങൾ തുടരട്ടെ. നന്ദി, നമസ്കാരം.